വിജയന്റെ നോവലായ ഖസാക്കിന്റെ ഇതിഹാസം അതിന്റെ ഭാഷാപരവും പ്രമേയപരവുമായ ഔന്നിത്യം കൊണ്ട് മലയാളത്തിൽ ഇന്നേ വരെ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളതിൽ ഏറ്റവും ശ്രേഷ്ഠമായ കൃതികളിലൊന്നായി പരിഗണിക്കപ്പെടുന്നു. പാലക്കാടൻ ചുരത്തിന്റെ അടിവാരത്തുള്ള ഖസാക്ക് എന്ന ഗ്രാമത്തിലാണ് നോവലിന്റെ കഥ നടക്കുന്നത്. കാളവണ്ടികളാണ് പ്രധാന വാഹനം. ശരിയായ റോഡുകളില്ല. ഗതാഗതവും ആശയവിനിമയവും കുറവുള്ള ഒരു മലയോര സ്ഥലമാണ് കഥയുടെ രംഗം. പരിഷ്കാരം തീരെ ബാധിക്കാത്ത പ്രാചീനമായ ആ ഗ്രാമത്തിലേക്ക് സർക്കാരിന്റെ സാക്ഷരതാ പരിപാടിയുടെ ഭാഗമായി ഏകാധ്യാപക വിദ്യാലയം സ്ഥാപിക്കുവാനെത്തുന്ന രവിയാണ് കഥയുടെ കേന്ദ്ര കഥാപാത്രം. ആധുനിക വിദ്യാഭ്യാസം അവിടെ കേട്ടുകേൾവി പോലും ഇല്ലാത്തതാണ്. കുട്ടികൾക്ക് ഓത്തുപള്ളിയിൽ മതപഠനമോ ദൂരെയുള്ള എഴുത്തുപള്ളിയിൽ അടിസ്ഥാന വിദ്യാഭ്യാസമോ നൽകുന്നു. ആളുകൾ പൊതുവെ ആധുനിക വിദ്യാഭ്യാസത്തോട് വിമുഖതയാണ്. വിദ്യാഭ്യാസം കൊണ്ട് എന്ത് ചെയ്യണമെന്നതാണ് അവരുടെ യുക്തി. അതിനൊപ്പം കടുത്ത അന്ധവിശ്വാസികളുമാണ്. ദൈവക്രോധം മൂലമോ അല്ലെങ്കിൽ ചില പ്രേതങ്ങൾ മൂലമോ ആണ് കൊലയാളി രോഗങ്ങൾ ഉണ്ടാകുന്നത് എന്ന് അവർ വിശ്വസിക്കുന്നു. അതിനാൽ ചികിത്സകൾ നടത്തുന്നത് മതത്തലവന്മാരോ പുരോഹിതന്മാരോ ആണ്. രവിയുടെ നിഗൂഢമായ ജീവിതവും ചിന്തകളും വെളിപ്പെടുത്തുന്നതിനൊപ്പം ആ ഗ്രാമത്തിലെ കുറെ മനുഷ്യരുടെ ജീവിതങ്ങളും കഥ ചുരുളഴിക്കുകയാണ് ഈ നോവൽ. സ്ഥലത്തെ പ്രമാണിയാണ് ശിവരാമൻ നായർ. അദ്ദേഹത്തിന്റെ ഞാറ്റുപുരയിലാണ് രവിയുടെ ഏകാധ്യാപക വിദ്യാലയം പ്രവർത്തിക്കുന്നത്. നാഗരിക സംസ്കൃതിയുടെ അടയാളമായ ഏകാധ്യാപക വിദ്യാലയം നടത്തുന്ന അധ്യാപകനായ രവി ആ ഗ്രാമത്തിലെ നാഗരികതയുടെ ശിലാസ്ഥാപകനാവുകയാണ്. ഖസാക്കിലെ ജീവിതത്തിൽ അയാൾ മാധവൻ നായർ, കുപ്പുവച്ചൻ, അപ്പുക്കിളി, നൈജാമലി, മൈമുന, കുഞ്ഞാമിന തുടങ്ങി ഒരുപാട് ആളുകളുമായി പരിചയപ്പെടുന്നു. കുട്ടികളെല്ലാം വിദ്യാലയത്തിൽ ചേരുന്നതോടെ ഗ്രാമത്തിലെ മതപാഠശാലയായ ഓത്തുപള്ളിയും അതിലെ അധ്യാപകനും മതപുരോഹിതനുമായ അള്ളാ പിച്ച മൊല്ലാക്കയും ഉപേക്ഷിക്കപ്പെടുന്നു. പിന്നീട് മൊല്ലാക്ക രവിയുടെ വിദ്യാലയത്തിലെ തൂപ്പു ജോലിക്കാരനാവുന്നു. ഭൂതകാല ഓർമ്മകൾ രവിയെ വളരെയധികം വേട്ടയാടുന്നു. രണ്ടാനമ്മയുമായുള്ള അവിഹിത ബന്ധത്തിന്റെ കുറ്റബോധത്താൽ മദിരാശിയിലെ ബിരുദ പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് പാപമോചനാർത്ഥം പല നാടുകളിൽ അലയുന്ന രവി ഒടുവിൽ ഖസാക്കിൽ എത്തിച്ചേർന്നതാണ്. ഉള്ളിലെരിയുന്ന പാപബോധത്താൽ കഴിയുമ്പോഴും ഖസാക്കിലെ സ്ത്രീകളായ മൈമുനയോടും കേശയോടും അയാൾക്കുണ്ടായ അഭിനിവേശം ഒഴിവാക്കാനാകുന്നില്ല. വർദ്ധിതമായ പാപചിന്തകളോടെ ജീവിതത്തെ നോക്കിക്കാണുന്ന രവിക്ക് തന്റെ വിദ്യാഭ്യാസ കാലത്തെ കാമുകിയായ പത്മിയുടെ സ്നേഹം പോലും വിരസമായി തീരുന്നു. അവിടുത്തെ വിദ്യാർത്ഥിനി നിഷ്കളങ്കയായ കുഞ്ഞാമിന തന്റെ കൈകളിലേക്ക് ഋതുമതിയാവുമ്പോൾ പാപബോധവും പാപഭയവും രവിയെ പിടികൂടുന്നു. പാപങ്ങളുടെ കണക്കുകൾ വർദ്ധിക്കുവാതിരിക്കാൻ രവി ഒടുവിൽ ഖസാക്ക് വിടുകയാണ്. ഖസാക്കിൽ നിന്ന് യാത്രയാകുവാൻ ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുന്ന രവി സർപ്പദർശനത്താൽ മരണമടയുന്നു. കാലവർഷത്തിൽ രവി ബസ് കാത്തു കിടക്കുന്നിടത്ത് നോവൽ അവസാനിക്കുന്നു. മലയാളത്തിൽ ഏറ്റവും അഗാധമായി വായിക്കപ്പെടുകയും ഗഹനമായി പഠിക്കപ്പെടുകയും ചെയ്ത കൃതിയാണ് ഖസാക്കിന്റെ ഇതിഹാസം.